കുടുംബങ്ങൾ ഇപ്പോൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അന്ന് ആ തീരുമാനം ജനങ്ങൾ എടുത്തിരുന്നില്ലെങ്കിൽ സംഭവിക്കുമായിരുന്നത് ആ ലൈഫ് മിഷൻ റദ്ദാക്കലായിരുന്നു. കാരണം UDF-ൻ്റെ കൺവീനർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ റദ്ദ് ചെയ്യുമെന്ന്. അതാണ് പാവപ്പെട്ടവരോടുള്ള അവരുടെ സമീപനം. ലൈഫ് മിഷൻ്റെ കാര്യം ഇതാണെങ്കിൽ പുനർഗേഹം പദ്ധതി നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കാൻ ആവിഷ്കരിച്ച പദ്ധതി, അത് നല്ല നിലക്ക് പ്രാവർത്തികമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നതും കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരെക്കുറിച്ച് ആലോചിക്കുകയും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന LDF-ന് മാത്രം കഴിയുന്ന ഒന്നാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിൽ വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഇല്ല. നമ്മുടെ കേരളം ശാന്തമാണ്, സമാധാനം നിലനിൽക്കുക. ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഇതുപോലൊരു പ്രദേശം ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയുണ്ട്? ആരും കേരളത്തിൽ ജീവിക്കാൻ കൊതിക്കുകയാണ്. എന്തുകൊണ്ടാണ് വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്ത അവസ്ഥ വന്നത്? അതും നമ്മുടെ LDF-ൻ്റെ ഭരണം തുടർന്നുകൊണ്ടാണ്. കാരണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. എങ്കിലേ വർഗീയതയ്ക്ക് തലപൊക്കാൻ അവസരം കിട്ടാതിരിക്കും. ഒരു വർഗീയതയോടും ചാരാതിരിക്കണം, ഒരു വർഗീയതയെയും സംരക്ഷിക്കാതിരിക്കണം. എല്ലാ വർഗീയതയെയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാനാവണം. ഇതെല്ലാം LDF-ന് കഴിയുന്നു, LDF സർക്കാരിന് കഴിയുന്നു. അതുകൊണ്ടാണ് വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് നിലനിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും നല്ല തോതിൽ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ വ്യാവസായിക രംഗം ഏറ്റവും കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. LDF അല്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാവുക എന്നത് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴെന്താണ് അവസ്ഥ? കൊച്ചിയിൽ ആഗോള നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ 2 ലക്ഷം കോടിയുടെ നിക്ഷേപ താൽപ്പര്യമാണ് അവിടെ അറിയിച്ചത്. ദാവോസിൽ ഒരു ആഗോള സമ്മിറ്റ് ഉണ്ടായി. അതിൽ കേരളം ചെന്നപ്പോൾ ലോകത്താകെയുള്ള വ്യവസായികൾ കേരളത്തോട് പറഞ്ഞത് 1,18,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്താൻ തയ്യാറാണെന്നാണ്. നമ്മുടെ നാട് ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറാകും. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ നാടിൻ്റെ വികസനം വലിയ തോതിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ്. ഇവിടെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, യുവത ഇവരെല്ലാം നല്ല തോതിൽ കഴിവ് നേടാനുള്ള സാഹചര്യമാണ് നാട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ളത്.
എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസ സൗകര്യം, ഉന്നത വിദ്യാഭ്യാസത്തിൽ മികവാർജിക്കാനുള്ള അവസരം, വൻതോതിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കരുത്താർജിക്കുന്നു. അതിലൂടെ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെ യുവതയോട് മത്സരിക്കാനുള്ള കാര്യക്ഷമതയിലേക്ക് നമ്മുടെ യുവത ഉയരുന്നു. അപ്പോൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയും അതിനനുസൃതമായ നൈപുണ്യവും സമ്പാദിച്ച അവർക്ക് അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലി ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ജോലി നൽകാൻ ഇതിലൂടെ കഴിയുമെന്നാണ് നാം കാണേണ്ടത്. അത്ര കണ്ട് ആധുനിക ലോകത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായുള്ള വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ റെഡ് കാറ്റഗറി ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ കേരളത്തിൽ നല്ലതുപോലെ വരാനാണ് പോകുന്നത്. ഒരുപാട് ബഹുരാഷ്ട്ര കമ്പനികൾ തന്നെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ കേരളം ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു, പുതിയ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇവിടുന്ന് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ വളർച്ചയിൽ, ഈ ഉയർച്ചയിൽ സാധാരണ പങ്കുവഹിക്കേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ നമ്മുടെ ദുരന്തഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സഹായിച്ചില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ ലോകമാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, അതിൻ്റെ കൂടെ നേരത്തെയുണ്ടായ ഓക്കിയും നിപ്പയും നമ്മുടെ നാടിനെ തകർത്തെറിയുമാറുള്ള മഹാപ്രളയം വന്നിട്ട് പോലും ഒരു സഹായവും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല ദുരന്തം, അതിലും സഹായമില്ല. കേരളം രക്ഷപ്പെടരുത്, തകരട്ടെ എന്ന വികാരം. കേരളത്തെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന രാഷ്ട്രങ്ങൾ, അവരോട് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് മറുപടി പറഞ്ഞു. കാരണം കേരളം രക്ഷപ്പെടരുത്. എന്താ കാര്യം? നമ്മുടെ നാടിന് എന്താണ് കുറവ്? ഇവിടെ കേരളം കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന BJPയെയും BJPക്ക് നേതൃത്വം കൊടുക്കുന്ന RSSനെയും അംഗീകരിക്കുന്നില്ല. ആ കാരണത്താൽ കേരളത്തോടും കേരളീയരോടും വല്ലാത്ത പക. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരന്മാരായി കഴിയുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിത്. അതുകൊണ്ട് തന്നെ RSSനെയും BJPയെയും അംഗീകരിക്കാൻ കേരളത്തിനും കേരളീയർക്കും കഴിയില്ല. ആ പക നാടിനെ തകർക്കുന്ന മനോഭാവത്തിലേക്ക് എത്തുന്നു. അതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുന്നു. എന്നാൽ 2016 വരെ കേരളത്തിൽ മാറി മാറി അധികാരത്തിലിരുന്ന UDF ഇതേ BJP വികാരം പങ്കിടുന്നു. അവരും കേരളത്തോടൊപ്പം നിന്നില്ല, കേരളത്തിന് താല്പര്യത്തോടൊപ്പം നിന്നില്ല. നമുക്ക് സഹായം നിഷേധിക്കുമ്പോൾ ആ നടപടി തെറ്റാണെന്ന് പറയാൻ അവരാരും സന്നദ്ധമായില്ല. പാർലമെൻറ്റിലുള്ള UDF MPമാർ ആരും BJP ഗവൺമെൻറ് നടപടിയെ ചോദ്യം ചെയ്തില്ല. അപ്പോൾ കേരളം തകരട്ടെ എന്ന BJPയുടെ മനോഭാവത്തിൻ്റെ കൂടെ കോൺഗ്രസും UDFും നിന്നു. ഇതാണ് നമ്മുടെ അനുഭവം. ഇതെല്ലാമായിട്ടും
നാം ഇവരെല്ലാം പ്രതീക്ഷിച്ച പോലെ തകർന്നില്ല. ലോകം, രാജ്യം അത്ഭുതപ്പെടുമാറുള്ള അതിജീവനം നാം നടത്തി. എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന് ഈ രീതിയിൽ അതിജീവനം നടത്താൻ കഴിഞ്ഞത് എന്നതാണ് രാജ്യവും ലോകവും ആശ്ചര്യപ്പെട്ടത്. നമുക്കതിൽ ആശ്ചര്യമില്ല. കാരണം കേരളത്തിലെ അനുഭവം അതാണ്. നാടും ജനങ്ങളും ഒരുമയോടെ, ഐക്യത്തോടെ ഈ കാര്യങ്ങളിൽ അണിനിരന്നു. ആ ഒരുമയും ഐക്യവുമാണ് ഒന്നും അസാധ്യമല്ല എന്ന നിലയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചത്. ഇതേവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം നാടും ജനങ്ങളും അണിനിരന്നിട്ടുണ്ട്. ജനങ്ങളെയാണ് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ വിശ്വാസത്തിലെടുത്തത്. നാടിൻ്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടിയാണ് LDF നിലകൊണ്ടത്. ഇപ്പോഴും LDFിനോടൊപ്പം ജനങ്ങൾ പൂർണ്ണമായി ഉണ്ട് എന്ന് തന്നെയാണ് അനുഭവം. ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങൾക്ക് ഞങ്ങളുടെയും വിശ്വാസമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സഖാവ് ഷൈനിയെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഷൈനിയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരു കുടുംബാംഗത്തെ പോലെ അറിയാവുന്ന പൊതുപ്രവർത്തകയാണ് അവർ. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ നിന്ന് ഷൈനിയെ വിജയിപ്പിച്ചയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം.